എന്തൊരു ചേലാണ്, നല്ല ചേലായിട്ടുണ്ട് കേട്ടോ. ഈ മഴ കാരണം എന്തെല്ലാം ഗുണങ്ങളുണ്ട് അല്ലേ? പക്ഷെ അതുപോലെ ദോഷമുണ്ട്. വെള്ളമില്ലാത്തവർക്ക് കിണറ്റിൽ വെള്ളം നിറയും മഴ പെയ്താലെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ കിണറ്റിൽ മഴ പെയ്താലും സുനാമി വന്നാൽ വെള്ളപ്പൊക്കം വന്നാൽ വരെ വെള്ളം നിറയാത്ത ഒരു പൊട്ടക്കിണറാണ് കേട്ടോ. വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ് നമ്മൾ ആവശ്യങ്ങൾക്കൊക്കെ എടുക്കുന്നത്. അത്യാവശ്യം കിണറ്റിൽ കോരിയാണ് നമ്മൾ കുടിക്കാനുള്ള വെള്ളം എടുക്കുന്നത്. മോട്ടർ വെച്ചിട്ടുണ്ടെങ്കിലും വലിയ പ്രയോജനമൊന്നുമില്ല, വെള്ളം കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയും വേണ്ട. അതുകൊണ്ട് മഴ പെയ്താൽ നമുക്ക് വലിയ ഗുണമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ചെടിയൊക്കെ ഒന്ന് തളർത്ത് കുട്ടപ്പനാവും, നമുക്കും വേണം മഴയത്തിറങ്ങി നിന്ന് കുളിക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോരുന്ന മഴയും ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴയും എന്താ പറയുക. ഇന്നത്തെ ഉച്ചയൂണ് ചക്കക്കുരു മെഴുക്കോട്ടി തയ്യാറാക്കാമെന്ന് കരുതി. കഴിഞ്ഞ ദിവസം ചക്ക വേവിച്ചപ്പോഴേ പിറ്റേന്ന് നമ്മുടെ വീട്ടിൽ ചക്കക്കുരു മെഴുക്കോട്ടി ആയിരിക്കും മിക്കവാറും. എല്ലായിടത്തും അതൊക്കെ തന്നെ ആയിരിക്കുമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടാനാണ് ഈ ചക്കക്കുരു മെഴുക്കുരട്ടി. അത് നമുക്ക് സീസണിൽ ലഭിക്കുമെങ്കിലും നമ്മൾ കുറേയൊക്കെ ശേഖരിച്ച് വയ്ക്കും കേട്ടോ. കാരണം കുറച്ച് ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇത് കഴിക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റ് കൂടും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ചട്ടി അടുപ്പത്ത് വെച്ചു, കടുകിട്ടു, നമ്മുടെ ചക്കക്കുരു മഞ്ഞളും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്ദി കരിയാപ്പില ഇടണം. കരിയാപ്പില പ്രത്യേകം ശ്രദ്ധിക്കുക. കഴുകിയ കരിയാപ്പില തിളച്ചെണ്ണയിലോട്ട് ഇടുമ്പോൾ മുഖത്ത് പൊട്ടിത്തെറിക്കാതെ ശ്രദ്ധിക്കുക. അതിൻ്റെ കുറച്ച് സൈഡ് എഫക്റ്റ് അവിടെ ഇവിടെ കിടപ്പുണ്ട്, എൻ്റെ മുഖത്തും കാണാനുണ്ട്. ചില മണ്ടത്തരങ്ങളൊക്കെ ഞാൻ ചിലപ്പം കാണിക്കും കേട്ടോ. നിങ്ങളങ്ങനെ കാണിക്കരുതേ. നമ്മൾ കൊച്ചുള്ളി, കാന്താരി ചതച്ചത് ഇവയൊക്കെ ഇതിനകത്തോട്ടിട്ടാലും വലിയ ടേസ്റ്റാണ്. സവാളയെക്കാട്ടി ടേസ്റ്റ് കൊച്ചുള്ളി തന്നെയാണ് കേട്ടോ. ഇപ്പം നമ്മുടെ വീട്ടിൽ കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ടും കാന്താരി ഇല്ലാത്തതുകൊണ്ടും നമ്മൾ പച്ചമുളകും സവാളയും വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തേ ഉള്ളൂ. പലരും പല തരത്തിലായിരിക്കും ഫുഡ് ഉണ്ടാക്കുന്നത്. ഓരോ നാട്ടിലും ഓരോ രീതിയാണല്ലോ, ഓരോ ജില്ലയിലും ഓരോ രീതിയാണ്. അതുകൊണ്ട് എൻ്റെ ചക്കക്കുരു മെഴുക്കുരട്ടി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞാനൊരു കൊല്ലംകാരിയാണെങ്കിൽ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലാണ് കല്യാണം കഴിച്ചുകൊണ്ട് വന്നതും താമസിക്കുന്നത്. ഇവിടുത്തെ സ്റ്റൈലെന്ന് വെച്ചാൽ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം അരച്ചിട്ട് കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇവയെല്ലാം പെരട്ടി എണ്ണയിലിട്ട് നന്നേ തീ കുറച്ച് കനലിൽ മൂപ്പിച്ചെടുക്കുകയാണ് പതിവ്. കനലിൽ ഉദ്ദേശിച്ച് അടുപ്പിൽ വെച്ചാൽ ഇനിമ്പ് ചീനി ചട്ടിക്കകത്ത് കിടന്ന് ആ തിളച്ചെണ്ണയിലേക്ക് ഈ ചക്കക്കുരു മെഴുക്കുരട്ടി കിടന്ന് മൂക്കുന്ന ഒരു പരുവുണ്ട്. അത് നല്ല ടേസ്റ്റാണ്. ഗ്യാസിൽ വെച്ചാൽ കരിഞ്ഞു പോകും. അപ്പം നമുക്കിപ്പം പുകയെടുപ്പാണ്, അതിൽ തീ കത്താൻ വലിയ പാടാണ് കേട്ടോ. അപ്പം നമ്മൾ കൂടുതലും ഇപ്പം ഗ്യാസിൽ തന്നെയാണ് വെക്കുന്നത്. മഴക്കാലമാണെങ്കിൽ പ്രത്യേകിച്ച് പറയാൻ വേണ്ട, അത് കത്തത്തില്ല. അപ്പം ഞാനാണെങ്കിൽ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചക്കക്കുരു മെഴുക്കുരട്ടി ഇപ്പം റെഡിയായി. കാരണം ആ വേവിച്ച് വെച്ച് ചക്കക്കുരു അങ്ങോട്ടിട്ടിട്ട് കുറച്ച് തേങ്ങ സ്വല്പം അതിൻ്റെ മുകളിൽ വിതറും. കുരുമുളക് പൊടി, ഗരം മസാലയോടെ സ്വല്പം ചേർത്ത് കൊടുക്കും കേട്ടോ. അതിന് നല്ല ടേസ്റ്റിയാണ്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ എനിക്കിഷ്ടമാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. വെറുതെ കഴിക്കാനും കട്ടച്ചായുടെ കൂടെ കഴിക്കാനും ഒക്കെ നല്ലതാണ്. ചോറിലിട്ട് പുരട്ടി തിന്നാൻ രസവും ഒരു ഉണക്കമീൻ വറുത്തതും ഉണ്ടെങ്കിൽ അതിലേറെ ടേസ്റ്റും. അപ്പം എങ്ങനെ ബാ